വന്നപ്പോ ആദ്യം ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ തന്നെ സിറാജുൽ ഹുദക്ക് വലിയ സഹായം വാഗ്ദത്തം ചെയ്യുകയും അന്ന് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയായി നിൽക്കുകയും ചെയ്ത ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം ഒരു ദിവസം എന്നെ ടെലിഫോൺ ചെയ്തു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകന്റെ കുട്ടി ഒരു സ്കൂളിൽ, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിരുന്നു, 3ാം ക്ലാസ്സിലെത്തിയിരിക്കുന്നു. പഠിച്ചു നോക്കുമ്പോൾ നിസ്കാരത്തിന്റെ ഒന്നും പഠിക്കുന്നില്ല, ഖുർആനൊന്നും പഠിക്കുന്നില്ല, അതിന്റെ പുറമെ സുബ്ഹാനല്ലാഹ് നിസ്കാരവും കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങളെ സ്കൂളിലേക്ക് മാറ്റി ചേർക്കണമെന്ന്. ഞാൻ നിങ്ങൾ പറഞ്ഞേക്കുന്നില്ല. നോക്കുമ്പോ 3ാം ക്ലാസ്സിലേക്ക് എടുക്കാൻ ഒരു നിൽക്കും പറ്റൂല, കാരണം 3ാം ക്ലാസ് വരെ പഠിക്കേണ്ട ഒന്നും ആ കുട്ടി പഠിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ചിലർക്കൊരു ധാരണയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി, കുറ്റ്യാടി തുടങ്ങി, സിറാജുള്ളയുടെ, അതുപോലെ നാദാപുരത്ത് തുടങ്ങി, പാറക്കോട് തുടങ്ങി, 8 സ്ഥലത്ത് തുടങ്ങി. പലരും ചോദിച്ചു, മുസ്ലിംമാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി എങ്ങനെ ഉണ്ടാവാൻ? അൽഹംദുലില്ലാഹ് ഈ കൊല്ലം 3 സ്ഥലത്ത് SSLC പരീക്ഷ നടന്നു. പാറക്കടവിൽ നടന്നു, കുറ്റ്യാടി നടന്നു, നാദാപുരത്ത് നടന്നു. 3 സ്ഥലത്തും 100% കുട്ടികളും ഡിസിഷനോടുകൂടെ പാസ്സായി. ഒരൊറ്റ കുട്ടി അതിന്റെ കുറവില്ല. എല്ലാ കുട്ടികളും ഡിസിഷൻ SSLC പരീക്ഷ. അതിന്റെ പുറമെ കുറെ കുട്ടികൾ A1. ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ മർക്കസിന്റെ കീഴിലും ഷാദിയുടെ കീഴിലും നമ്മുടെ സ്ഥാപനങ്ങളുടെ കീഴിൽ മഅദിന്റെ കീഴിലും മജ്മഅന്റെ കീഴിലും അങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങളുടെ കീഴിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നുണ്ട്. CBSE സിലബസ് അനുസരിച്ച് നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി അന്വേഷിക്കുക. അവിടെ മതപരമായ അറിവ് പരിപൂർണമായി നമ്മൾ നൽകുന്നു. അതോടുകൂടെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നു. അതിന്റെ ചുറ്റുഭാഗത്ത് മതപരമായ അറിവ് നൽകാതെ വെറും ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളും അതിന്റെ ചുറ്റുഭാഗങ്ങൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥാപനങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന കുട്ടികൾ അവര് പരീക്ഷയിൽ എങ്ങനെ റാങ്ക് വാങ്ങുന്നു, എത്ര മാർക്ക് വാങ്ങുന്നു എന്ന് മുസ്ലിം സമുദായം ഒരു പരീക്ഷ നടത്തട്ടെ. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടും, മതം പഠിച്ചതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് ഒരു താഴ്മയും ഒരിക്കലും സംഭവിക്കുന്നില്ല. അല്ലാഹു തആല അവർക്ക് എല്ലാ പുരോഗതിയും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ മാനസികമായി ചെറിയ വേദനയാണ് എനിക്ക്. കാരണം A1 വാങ്ങിപ്പോയ ഒരുപാട് കുട്ടികൾ, ഡിസിഷൻ വാങ്ങിപ്പോയ ഒരുപാട് കുട്ടികൾ, ആ കുട്ടികളിൽ പെൺകുട്ടികളുണ്ട്. അബുദാബിയിൽ നിന്ന് ഒരാള് അവിടെ വന്നു, നമ്മെ വളരെയേറെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്റെ കുട്ടിയെ ഒരു ഹോസ്റ്റലിൽ ചേർത്ത് +1 പഠിപ്പിക്കേണ്ടിയിരുന്നു. ആ ഹോസ്റ്റലിൽ തന്നെ എൻട്രൻസ് പരീക്ഷ എഴുതാനുള്ള സംവിധാനവും ഉണ്ടാകേണ്ടിയിരുന്നു. അതിന് പറ്റിയ ഒരു സ്ഥാപനം നമ്മുടെ കൂട്ടത്തിൽ നടത്തുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പറ്റുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ഉന്നതമായ നിലവാരത്തോടുകൂടി അവരുദ്ദേശിക്കുന്ന സൗകര്യത്തോടുകൂടി അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ നടത്തുന്നത് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു നല്ല ഹോസ്റ്റൽ നമ്മുടെ വിദേശത്തൊക്കെ ബിസിനസ് നടത്തുന്ന പലരുടെയും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉന്നത നിലവാരത്തോടുകൂടെ മതവിദ്യാഭ്യാസവും അതോടുകൂടെ തന്നെ ഭൗതിക വിദ്യാഭ്യാസവും ഏത് എൻട്രൻസിനും ഏത് വിഷയത്തിനും പരീക്ഷ എഴുതാനുമുള്ള സംവിധാനമുള്ള ധാരാളം ഹോസ്റ്റലുകൾ ഉന്നത നിലവാരത്തോടുകൂടി നടത്തുകയാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ചേർക്കാൻ രക്ഷിതാക്കൾ എത്രയോ തയ്യാറാണ്. അത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വരുന്നു. നമ്മുടെ സിറാജുൽ ഹുദ സ്കൂളിൽ തന്നെ A1 വാങ്ങിപ്പോയ ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ രക്ഷിതാവ് നല്ല മതബോധമുള്ള ഒരു കുട്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ടൂർ നിശ്ചയിച്ചപ്പോ അദ്ദേഹം എന്നെ ടെലിഫോൺ ചെയ്തിട്ടുണ്ട്. ആ ടൂർ എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം എന്നിട്ട് പറയാണ്, എന്റെ കുട്ടിയെ ഞാൻ ഇന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കാൻ പോയിരിക്കുകയാണ്, കാരണം നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു ഹോസ്റ്റലില്ല. അപ്പൊ എനിക്ക് മനസ്സിൽ വേദന തോന്നി. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ തോന്നും സ്ഥാപനങ്ങൾ കൂടിപ്പോയി, സ്ഥാപനങ്ങൾ വർദ്ധിച്ചുപോയി, സ്ഥാപനങ്ങൾ ഇത്രയൊന്നും വേണ്ടാന്നൊക്കെ തോന്നും. തിരിച്ചാണ് ചിന്തിക്കേണ്ടത്. ഒരുപാട് സ്ഥാപനങ്ങൾ മതഭൗതിക രംഗത്ത് ഇനിയും ജാമിയ സയ്യിദിയുടെ കീഴിൽ വളരേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട്, മർക്കസിന്റെ കീഴിൽ ഇറങ്ങേണ്ടതുണ്ട്. സിറാജുൽ ഹുദയുടെയും മജ്മഇന്റെയും മഅദിന്റെയും ഒക്കെ കീഴിൽ ധാരാളം സ്ഥാപനങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. നാം പിച്ചവെച്ച് കയറി വരുന്നേ ഉള്ളൂ. അതിനെന്ത് വേണം? മുസ്ലിം ഉമ്മത്തിന്റെ 100% പിന്തുണ വേണം. ആ പിന്തുണ നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, MA ഉസ്താദ് അവറുകൾ, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദ് അവറുകൾ ജാമിയ സയ്യിദിയക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുവെങ്കിൽ ആ ജാമിയ സയ്യിദിയും എടുത്ത് ഉസ്താദ് അവറുകൾ എവിടെയും പോകുന്നില്ല. അത് നമ്മുടെ രാഷ്ട്രത്തിന് സംഭാവനയാണ്, നമ്മുടെ സമുദായത്തിന് സംഭാവനയാണ്. മർക്കസു സഖാഫത്ത് സുന്നിയുടെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങൾ കാന്തപുരം ഉസ്താദ് വളർത്തിയാൽ അത് ഈ സമുദായത്തിനും രാഷ്ട്രത്തിനും സംഭാവനയാണ്. അങ്ങനെ ഓരോരുത്തരും വളർത്തി വരുന്ന മുഴുവൻ സ്ഥാപനങ്ങളും ഈ രാഷ്ട്രത്തിനും സമുദായത്തിനും അത് സംഭാവനയാണ്. അതെവിടെയും ആരും കൊണ്ടുപോകുന്നില്ല. അതിന്റെ നന്മകൾ നമ്മൾ എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ്, സമുദായത്തിന് അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൈകോർത്ത് പിടിച്ച് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളും
സഹകരണങ്ങളും സർവ്വ സ്ഥാപനങ്ങൾക്കും നൽകേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്.